ഹലോ, എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ എണീച്ച് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റുകയാണ്. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയതുകൊണ്ട് തന്നെ ഇവിടെ ഉച്ചക്ക് ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് ഓഫീസുള്ള ദിവസമാണ്. അപ്പൊ അമ്മയെ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. 2-3 ദിവസം നോൺ വെജ് ആയതുകൊണ്ട് ഇനി പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എളുപ്പത്തിൽ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം കഞ്ഞിയും ചെറുപയറുമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ആക്കാനും അത് ഭയങ്കര എളുപ്പമാണ്, കഴിക്കാനും എനിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അതാക്കാൻ വേണ്ടി നിന്നു. പിന്നെ എനിക്ക് കൂടുതലും ഇതുപോലുള്ള കുക്കർ പ്രയോഗങ്ങളോടാണ് കൂടുതൽ താല്പര്യം. വേറൊന്നും കൊണ്ടല്ല, അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. അങ്ങനെ കഴുകി വെച്ച അരിയും ചെറുപയറും കുക്കറിലേക്ക് ഇട്ടു. ഒരു കുക്കറിൽ അരി ഇട്ടു, മറ്റൊരു കുക്കറിലേക്ക് ചെറുപയറും ഇട്ടു. എന്റെ വീട്ടില് ചോറോ കഞ്ഞിയോ എന്ത് വെക്കുകയാണെങ്കിലും കുക്കറിലാണ് കൂടുതലും വെക്കാറ്. ഞാൻ എങ്ങനെയാ കുക്കിംഗ് പഠിച്ചതെന്ന് അറിയോ? ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത്, അതായത് അത്ര ചെറുതൊന്നുമല്ല, ഒരു 5-ലോ 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ എന്നെ നൈസായിട്ട് അടുക്കളയിലേക്ക് വിളിക്കും. എന്നിട്ട് എന്നോട് പറയും, അതൊന്ന് അരിഞ്ഞിട്ടാട്ടെ, അല്ലെങ്കിൽ അതൊന്ന് ദോശയൊക്കെ ഒന്ന് ചുട്ടിട്ടാട്ടെ, മറിച്ചിട്ടാട്ടെ, ഉപ്പിട്, മുളകിട്, ഇങ്ങനെ പറയും. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുക്കിങ്ങിലേക്ക് കടക്കുന്നത് തന്നെ. പിന്നെ പിന്നെ എനിക്ക് കുക്കിങ്ങിനോടൊക്കെ ഒരു താല്പര്യം വരാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഈ ചോറ് കറി ഇങ്ങനെ വെക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് കൂടുതലും നോൺ വെജ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിസ്സ, ബർഗർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. വേറൊരു കാര്യം അറിയാം നിങ്ങൾക്ക്, എന്റെ മുഖത്ത് ഒരിക്കൽ കുക്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ ആക്രാന്തം പിടിച്ചിട്ട് കോണ് പുഴുങ്ങാൻ വെച്ചതായിരുന്നു. എനിക്ക് കോണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനത് വേഗം തന്നെ കുക്കറിൽ ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ചു. പുഴുങ്ങാൻ വെച്ച് ഒരു 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് അത് ആക്രാന്തം പിടിച്ച് തുറന്ന സമയത്ത് എന്റെ മുഖത്തായിരുന്നു ഇത് പൊട്ടിയത്. ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആവി മുഖത്തായിട്ട് മുഖം ഒന്ന് പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്റെ മുഖക്ക് എന്തൊക്കെയോ ആയിന്ന്. 2 കുക്കറും അടുപ്പത്ത് വെച്ചതുകൊണ്ട് തന്നെ ഏത് കുക്കറിൽ നിന്നാണ് വിസിൽ വരിക എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ടാബും പിടിച്ച് തണയുമ്പോൾ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്ന് അത് ഓഫാക്കി കുറച്ചു നേരം തണിയാൻ വേണ്ടി വെച്ചു. ആ സമയത്ത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി. ഈ ഒരു സാധനം കണ്ടു, പിങ്ക് കളർ ടവല്, ഭയങ്കര നല്ലതാണ് കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ചെറുപയറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും പച്ചമുളകും അരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുപ്പത്തുള്ള ഒരു കുക്കർ മാറ്റിയിട്ട് അവിടെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ തീരെ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. പിന്നെ ചെറുപയറിലേക്ക് അരച്ചു വെച്ച തേങ്ങയും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ചെറുപയറ് നമ്മൾ വീണ്ടും തിളപ്പിക്കാൻ വെച്ചു. ചെറുപയറ് കറി വെക്കുന്നത് പോലെ തന്നെ ഇവിടെ ചെറുപയറിന്റെ വറവും ആക്കാറുണ്ട്. വറവാക്കുന്ന സമയത്ത് കൂടുതലും മുളപ്പിച്ച ചെറുപയറാണ് ഉപയോഗിക്കാറ്. അതും എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ചെറുപയർ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും പൊട്ടിച്ച് ഒഴിക്കുകയാണ് വേണ്ടത്. അതിനു മുമ്പായിട്ട് ചോറ് വാർക്കാൻ വെക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം കഞ്ഞിയാക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ എന്റെ പ്ലാനൊക്കെ മാറി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ചോറ് വെച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഈ ഒരു സ്റ്റീലിന്റെ പാത്രം കണ്ടു, അരിപ്പ. ഈ പാത്രം ഉള്ളത് കൊണ്ട് തന്നെ ചോറ് വാർക്കാനായാലും നല്ല എളുപ്പമാണ്. ഉച്ചയ്ക്ക് ഈ ചോറും ചെറുപയറും മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അതെ, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. കാരണം 2-3 ദിവസമായിട്ട് നോൺ വെജ് കഴിച്ചത് കൊണ്ട് തന്നെ ആർക്കും ഹെവി ആയിട്ട് ഒന്നും വേണ്ട, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മതി എന്നാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും മാത്രം ഉണ്ടാക്കിയത്, വേറെ ഒന്നും ആക്കാനതും. അങ്ങനെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു അടുപ്പില് കടുക് താളിക്കാനും വെച്ചു. മറ്റൊരു അടുപ്പില് തേങ്ങയിട്ട ചെറുപയർ തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയും കടുകും കരിവേപ്പിലയും ചുവന്നമുളകും ഒക്കെ നല്ലോണം ഇട്ട് താളിച്ചിട്ട് അത് പിന്നെ കറിയുടെ മേലെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി. അപ്പൊ ഇന്നത്തെ ചോറും കറിയും ഇവിടെ റെഡിയായി. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ അപ്പൊ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പൊ ഉറങ്ങിയാല് എനിക്ക് പിന്നെ എന്റെ ഓൺലൈൻ ക്ലാസ് ആ സമയത്ത് ചിലപ്പം എണീക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തു. സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഓൺലൈൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കണ്ണിന് ഡ്രൈനെസ് വരാറുണ്ട്. അതുകൊണ്ടാണ് കണ്ണൊക്കെ ഒരുമാതിരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഉറക്ക തൂക്കിയ പോലെ. ഇത് ഉറക്ക തൂക്കിയതല്ല, കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ട് എന്തോ ആവുന്നതാണ്. അപ്പൊ ഞാൻ അതിങ്ങനെ
കുറേ നേരം സ്ക്രീൻ ഒന്നും നോക്കാണ്ട് പുറത്ത് നോക്കി ഇരിക്കാന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. വൈകുന്നേരമായി ഒരു 5:30 സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സമയത്താണ് അമ്മ ഓഫീസിൽ വിട്ടിട്ട് വീട്ടിലേക്ക് വരാറ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഫുഡൊക്കെ കഴിക്കുമ്പം ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കാറ്. രാവിലെ ചായ കുടിച്ചിട്ടില്ലെങ്കിലും വൈകുന്നേരം എനിക്ക് ചായ ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ചായ കുടിച്ചാൽ എനിക്ക് വൈകുന്നേരം ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടില്ല എനിക്ക് എന്തോ സംഭവിക്കും എന്താന്ന് തന്നെ അറിയില്ല. പക്ഷെ എനിക്ക് എന്തോ സംഭവിക്കാറുണ്ട് വൈകുന്നേരം ചായ കുടിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം ചായ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അമ്മ അടുക്കളയിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയായിരുന്നു. അമ്മയുടെ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം വന്നാലും ഇങ്ങനെ പറയും കേട്ടോ. ഇന്ന് ഇങ്ങനെ സംഭവിച്ചു, ഇന്ന് നടന്നു, ഇവിടെ എന്താ നടന്നതെന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും. എല്ലാ ദിവസവും എനിക്ക് ഈ സെയിം റുട്ടീൻ അല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഇത് മാറിക്കൊണ്ട് നിൽക്കും. വേറൊന്നുമല്ല, ഓൺലൈൻ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ ഓരോ ദിവസത്തെ റുട്ടീനും. ചില ദിവസങ്ങളിൽ ക്ലാസ് കുറവായിരിക്കും. അങ്ങനെയുള്ള ദിവസം എനിക്ക് ഒരുപാട് സമയം കിട്ടും. അപ്പോൾ ഇതുപോലെ ചായയൊക്കെ വെച്ച് കൊടുക്കും. ചില ദിവസങ്ങളിൽ ക്ലാസ് വൈകുന്നേരം ആയിരിക്കും കൂടുതൽ ഉണ്ടാവാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ചായ വെക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. അങ്ങനെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങായിരുന്നു ഉണ്ടായത്. കിഴങ്ങ് ഇവിടെ ഇന്നലെ വെച്ച കിഴങ്ങാണ്. അപ്പം ഫ്രിഡ്ജിൽ കയറ്റിയതാണ്. അപ്പം വൈകുന്നേരം അതിനെ വീണ്ടും പുറത്തേക്ക് എടുത്ത് അത് ചൂടാക്കലാണ്. അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് തണയമിലൊക്കെ വെള്ളമാവുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതിനാണ് ഞാൻ ഈ ഒരു തുണി വെക്കുന്നത്. ചെറിയൊരു തുള്ളി വെള്ളം ഉറ്റിയാൽ വരെ ഞാൻ അപ്പാടും അത് ഇങ്ങനെ തുടച്ച് കളയും. അതെന്താണെന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. എൻ്റെ മുക്കാഭാഗം സമയം ഇതുപോലെ തുടച്ചിട്ടായിരിക്കും കളയുന്നുണ്ടാവുക ഞാൻ. പക്ഷെ അടുക്കള ഇങ്ങനെ നീറ്റാക്കി തുടച്ച് വെക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു തുള്ളി വെള്ളം ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ, എനിക്കൊരു സുഖം കിട്ടില്ല. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് ഞാൻ വെക്കും. ഈ കിഴങ്ങുണ്ടല്ലോ, ഈ കിഴങ്ങിനെ കൊണ്ട് വട ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയോ? ഭയങ്കര എളുപ്പമാണ് കിഴങ്ങിനെ കൊണ്ട് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പച്ചക്കിഴങ്ങുണ്ടല്ലോ, ഈ പച്ചക്കിഴങ്ങ് നല്ലതുപോലെ ചുരണ്ടി എടുത്തിട്ട് അതിലേക്ക് കടലപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ട് ഒരു വടയുടെ പരിവില്ലേ, ആ ഒരു ബാറ്റർ, ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മൾ നോർമൽ വട ചുടുന്ന പോലെ ചുട്ടെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള കിഴങ്ങിനെ കൊണ്ടുള്ള വട റെഡിയാവും. ഇത് തമിഴ്നാട്ടിലുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ഇവിടെ വീട്ടിൽ 1-2 തവണ ആക്കി നോക്കിയതാണ്. എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായി. നമ്മുടെ സാധാ വട ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു കിഴങ്ങിനെ കൊണ്ട് വട ഉണ്ടാക്കുന്നത്. അങ്ങനെ ചായ ആയിട്ടുണ്ട്. ചായ ആയിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ചായ അടിയാണ്. എനിക്ക് വല്ല ചായ അടി ജോലിയും കിട്ടേണ്ടതാണ്. അത്രമാത്രം ഞാൻ ചായ അടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അടിച്ച ചായ. വേറൊരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ നമ്മൾ കുറേ നേരം അടിച്ച ചായ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് സന്ധ്യക്ക് വിളക്കൊക്കെ വെച്ചു, കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു ദിവസത്തെ റുട്ടീൻ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.